തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന കഴിവുകൾക്ക് അടിവരയിടുന്ന ഒരു വാഗ്ദാനമായ വികസനമാണ് IMRH. HALന്റെ വരാനിരിക്കുന്ന ബിഗ് പ്രൊജക്ട് ആണ് IMRH, ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ 13 ടൺ ഭാരമുള്ള MLH ഇന്ത്യ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് ആയിരിക്കും. HAL ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 13 ടൺ ഭാരമുള്ള ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ അഥവാ IMRH ആണ്. 1500 കിലോഗ്രാം വരെ ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഈ ഹെലികോപ്റ്ററിന്റെ ഓരോ വശത്തും കുറഞ്ഞത് 3 ഹാർഡ് പോയിന്റുകളെങ്കിലും ഉണ്ട്. 57 മില്ലിമീറ്ററും 80 മില്ലിമീറ്ററും അൺഗൈഡഡ് റോക്കറ്റുകളും 20 മില്ലിമീറ്റർ പീരങ്കിയും അടങ്ങിയ പോഡുകളും വഹിക്കാൻ ഇതിന് കഴിയും. ഈ IMRHന്റെ വികസനം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ സുപ്രധാനമായ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൈനിക ഗതാഗതം, നിരീക്ഷണം, യുദ്ധ ദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഈ ഹെലികോപ്റ്റർ നിർണായക പങ്ക് വഹിക്കും. ഇതിന്റെ മൾട്ടി റോൾ പ്രവർത്തനക്ഷമതയും, അതായത് ഒന്നിലധികം കാര്യങ്ങൾ ഒരു പ്രാവശ്യം തന്നെ ചെയ്യാൻ സാധിക്കും എന്നതും ആക്രമണ സാധ്യതകളും ഉപയോഗിച്ച വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത് ഈ IMRH ആണ്. ഇന്ത്യൻ സായുധ സേനയിലുള്ള MiG-17, MiG-8 എന്നീ ഹെലികോപ്റ്ററുകൾക്ക് പകരമാണ് IMRH വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ ഹെലികോപ്റ്ററിന്റെ മോഡൽ പരീക്ഷണങ്ങൾ 2021 മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025-26 ഒരു പൂർണ്ണ പ്രോട്ടോടൈപ്പിന്റെ ആദ്യ പറക്കൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 വർഷത്തെ പരീക്ഷണത്തിന് ശേഷം 2028 സായുധ സേനയിലേക്ക് ഇത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 21.2 മീറ്റർ വ്യാസമുള്ള 5 ബ്ലേഡുകളുള്ള പ്രധാന റോട്ടറും 4 ബ്ലേഡുകളുള്ള ടെയിൽ റോട്ടറും ഈ ഹെലികോപ്റ്റർ ഉണ്ടാകും. 2000 kW ടർബോഷാഫ്റ്റ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സമുദ്രനിരപ്പിൽ പേലോഡ് ശേഷി 4 ടണ്ണും 13,000 അടി ഉയരത്തിൽ 1.5 ടണ്ണും ആയിരിക്കും. വിമാനത്തിന് 1600 കിലോഗ്രാം വരെ ആയുധങ്ങൾക്ക് 4 ഹാർഡ് പോയിന്റുകൾ നൽകുന്ന ജോഡി ആയുധ ചിറകുകൾ ഉണ്ടായിരിക്കും. ഇതിന്റെ മൊത്തം ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്, അതായത് 1.3 ബില്യൺ US$. ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടി ഇതിന്റെ ഒരു പ്രത്യേക പതിപ്പുണ്ടാക്കും. കൂടുതൽ റേഞ്ച്, ഉയർന്ന പേലോഡ് കപ്പാസിറ്റി, നാവിക പ്രവർത്തനങ്ങൾക്കുള്ള ഫർണിച്ചറുകൾ എന്നിവ ഉപയോഗിച്ച് ഇത് വികസിപ്പിച്ചെടുക്കും. ഈ ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഫാക്ടറിയും ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. 3 ടൺ മുതൽ 13 ടൺ വരെ ഭാരമുള്ള ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന പുതിയ ഹെലികോപ്റ്റർ ഫാക്ടറി തുംകൂരിൽ 2023 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചിരുന്നു. അതായത് 3 മുതൽ 15 ടൺ ഭാരമുള്ള 1000 ഹെലികോപ്റ്ററുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. കൂടാതെ ഇറക്കുമതി ചെയ്യാനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ മുഴുവൻ ആവശ്യങ്ങൾക്കും ഈ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും വ്യാപകമായി ഉപയോഗത്തിലുള്ള MiG-17 ഹെലികോപ്റ്ററുകൾക്ക് പകരമാണ് ഇതെത്തുന്നത്. വിശാലമായ സ്പെസിഫിക്കേഷനുകൾ ഉള്ളതിനാൽ തന്നെ പുതിയ റോട്ടർ ക്രാഫ്റ്റിന് റഷ്യൻ MiG-17നേക്കാൾ കൂടുതൽ റോളുകൾ നിർവഹിക്കാൻ കഴിയും. 2025 ശേഷം ഇന്ത്യയുടെ പഴയ MiG-17 ഹെലികോപ്റ്ററുകൾ മാറി അവിടെ ഇന്ത്യയുടെ പുതിയ IMRH സ്ഥാനം പിടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ 24 മുതൽ 36 വരെ സൈനികർക്ക് ഇരിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന്റെ നീളമെന്ന് പറയുന്ന 25.16 മീറ്റർ ആണ്, അതായത് 82 അടി 7 ഇഞ്ച്. ഇതിന്റെ ഉയരമെന്ന് പറയുന്നത് 6.22 മീറ്റർ, 20 അടി 5 ഇഞ്ച്. പരമാവധി ഇതിന്റെ ടേക്ക് ഓഫ് ഭാരം എന്ന് പറയുന്നത് 13,000 കിലോഗ്രാം ആണ്. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് 300 km/h ആണ്. ക്രൂയിസ് വേഗത 260 km/h, 800 കിലോമീറ്റർ വരെ ഇതിന് പരിധിയുണ്ട്, അതായത് 500 മൈൽ വരെ. സേവന പരിധി എന്ന് പറയുന്നത് 6700 മീറ്റർ, 27,000 അടിയാണ്. ഈ ഹെലികോപ്റ്ററിന്റെ ടർബോഷാഫ്റ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ആണ്. വ്യോമാക്രമണം, വ്യോമ ഗതാഗതം, കോമ്പാക്ട് ലോജിസ്റ്റിക്സ്, കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ, അപകടത്തിൽപ്പെട്ടവരെ ഒഴിപ്പിക്കൽ എന്നിവയാണ് IMRHന്റെ ഭാവിയിലെ റോളുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.